ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആരോഗ്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം, ആത്മീയതയിൽ ശ്രദ്ധിക്കണം, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു, ഭക്ഷണ കാര്യത്തിലും പരിശീലനത്തിലുമൊക്കെ നമ്മൾ പുറകോട്ട് പോകുന്നു. ആത്മീയതയിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ആത്മീയത കുറഞ്ഞു പോകരുത്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഒരു ഭക്ഷണ രീതി, നമ്മുടെ ഒരു പരിശീലനം. ഈ ഭക്ഷണം ഒന്ന് ക്രമപ്പെടുത്തി കഴിയുമ്പോൾ, അത് കൃത്യതയിലേക്കാക്കി കഴിയുമ്പോൾ, പരിശീലനം കൃത്യമാക്കി കഴിയുമ്പോൾ തന്നെ വന്നു ചേരേണ്ട ഒന്നാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. ഒരു മനുഷ്യനോടും വെറുപ്പില്ലാതെ, ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാതെ, തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്നൊരവസ്ഥ. എൻ്റെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കാതെ, എൻ്റെ കടമകളെക്കുറിച്ച് സംസാരിച്ച് കടമകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നത്. അതായിരുന്നു നമ്മുടെ പണ്ടത്തെ അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ അത്ര നല്ല ആരോഗ്യത്തിലാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തലത്തിലേക്കൊക്കെ ജീവിക്കാനും വളരാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇന്നത്തെ ഒരു നല്ല ശതമാനം ആൾക്കാരും ഈ ഭക്ഷണത്തിലൊന്നും വേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവരാണ്. അല്ലെങ്കിൽ പരിശീലനം ഇല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവർ, അതല്ല. വളരെ കൃത്യമായിട്ട് ഈ പരിശീലനവും ഭക്ഷണവും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരിക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൗൺ ടോപ്പ് എന്ന് പറയുന്ന ഒരു മില്ലറ്റിൻ്റെ പാലപ്പമാണ്. കാരണം നമ്മൾ ഈ ചോറും അരിയും ഗോതമ്പും ഒന്ന് കുറച്ച് കഴിഞ്ഞ് ഈ മില്ലറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒത്തിരി രോഗങ്ങൾക്ക് വ്യത്യാസം വരും. രോഗങ്ങൾ കുറയും, 100% രോഗങ്ങൾ കുറയും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൗൺ ടോപ്പ് എന്ന് പറയുന്ന മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാലപ്പം. അതിന് കുറേ കാര്യങ്ങൾ വേണം, കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ ബുദ്ധിമുട്ടി വേണോ ഭക്ഷണം ഉണ്ടാക്കാൻ? തീർച്ചയായിട്ടും ഭക്ഷണം ശരിക്കും ബുദ്ധിമുട്ടി തന്നെ ഉണ്ടാക്കണം. അതിനൊരു പെയിൻ വേണം, അതിനൊരു സ്ട്രെയിൻ വേണം. അതല്ലാണ്ട് പെട്ടെന്ന് ഈ ഓടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം ഉണ്ടല്ലോ, അതിലൊന്നും ഒരു കാര്യമില്ല. അത് രുചികരമാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ ഇതെൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ കുഞ്ഞിൻ്റെ പഠനം, എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം, ഇതൊക്കെ മനസ്സിലോർത്ത് ത്യാഗത്തോടു കൂടി ഉണ്ടാക്കാനായിട്ട് കഴിയണം. ഓക്കെ, നമ്മളിത് എന്തൊക്കെയാണ് സാധനങ്ങൾ ഇത് വേണ്ടതെന്ന് പെട്ടെന്നൊന്ന് പരിചയപ്പെടുന്നു. അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പോകാം. പെട്ടെന്ന് വരിക, നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് പരിചയപ്പെടാം, ഒരുമിച്ച് പാകം ചെയ്യുകയും ചെയ്യാം. ബ്രൗൺ ടോപ്പ് മില്ലറ്റ് നമ്മൾ ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു 10 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർക്കണം. ആ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ആദ്യം ഇടുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് ഇത് റവ കൊണ്ടുണ്ടാക്കിയ പാവാണ്. റവ കുറുക്കിയുള്ള പാവ്. ഇതിൽ ഈ ബ്രൗൺ ടോപ്പിൻ്റെ അളവ് ഇത് കണ്ടോ, ഈ ഒരു ബൗളിൻ്റെ 2 ബൗളാണ് ഈ ബ്രൗൺ ടോപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബൗള് ഈ റവ പാവാക്കിയത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് കരിക്കാണ്. കരിക്ക്, അതായത് ഒത്തിരി ഇളതല്ല, ഒത്തിരി കട്ടിയായതല്ല, അതിൻ്റെ രണ്ടിൻ്റെ കൂടെ മധ്യത്തിലുള്ള ഒരു അവസ്ഥയിലെ കരിക്ക് ചേർത്ത് കൊടുക്കുക. അത് ഒരു ബൗളിൽ ചെറുതായിട്ട് അരിഞ്ഞ കരിക്ക് ചേർത്ത് കൊടുക്കുക. അല്പം ചോറ്, അതൊരു ബൗളിൻ്റെ 1/4 ഭാഗം ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ കരിക്കിൻ്റെ വെള്ളമാണ്. ഈ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് നമ്മൾ അല്പം പഞ്ചസാര ചേർക്കുന്നു. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം, അപ്പോൾ അത് ചേർത്ത് അല്പം മതി ഈസ്റ്റ്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ മയമൊക്കെ, മില്ലറ്റായതിന് കുറച്ചുകൂടെ മയം കിട്ടണം. നമ്മൾ പച്ച പപ്പായ ചേർത്ത് കൊടുക്കുന്നു. അതൊരു 1/4 ബൗള്. അതിനുശേഷം അല്പം ഉപ്പ് ചേർക്കുന്നു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ
കുതിർത്ത മില്ലറ്റ് ഇട്ട് കൊടുക്കുന്നു. ഇതിന് ശേഷം നമ്മളെല്ലാം ഒരുമിച്ച് അരച്ച് എടുക്കുന്നു. നമ്മൾ ഇത് വളരെ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. മില്ലറ്റ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് അരയ്ക്കണം. എന്നിട്ട് നമ്മളത് അരച്ചത് പ്രിയപ്പെട്ടവർ, നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി മില്ലറ്റ് ആയതുകൊണ്ട് കുറച്ച് നല്ലപോലെ അരയ്ക്കണം, സമയം എടുത്ത് അരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വളരെ കൃത്യമായിട്ട് ഒഴിച്ച് അടച്ചങ്ങ് വെച്ചാൽ മതി. അതിനുശേഷം ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് പുളിച്ച് റെഡിയായിട്ട് വരും. അത് നല്ല ഉഗ്രൻ അപ്പം നമുക്ക് ഉണ്ടാക്കി എടുക്കാം. നമ്മുടെ മില്ലറ്റിൻ്റെ മാവ് അപ്പം ചൂടാനായിട്ട് റെഡിയായി. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം ഇതുപോലെ ചൂടായ പാൽപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇതിൻ്റെ കളറൊക്കെ ഒരു മില്ലറ്റിൻ്റെ കളർ തന്നെ മഞ്ഞ കളറായിരിക്കും. പക്ഷേ വളരെ രുചികരമായ ഒന്ന്. മാത്രമല്ല ഷുഗറുകാർക്ക് ഒരു കുഴപ്പവും കൂടാതെ വയറ് നിറച്ച് കഴിക്കാം. വളരെ നല്ല ഒരു ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർക്ക് വിളമ്പിക്കൊടുക്കുകയും ചെയ്യുക. ബ്രൗൺ ടോപ്പ് മില്ലറ്റിൻ്റെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന ആ അപ്പത്തിൻ്റെ പോലെ തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷനൊക്കെ കിട്ടും. അതുപോലെ നല്ല സോഫ്റ്റാണിത്, വളരെ നല്ലതാണ്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഏറ്റവും രുചികരമാണിത്. അപ്പം കൃത്യമായിട്ട് പുളിയൊന്നും കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കറക്റ്റായിട്ട് അങ്ങ് ചേർത്തുണ്ടാക്കിയാൽ മതി. അപ്പം നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ഈ ബ്രൗൺ ടോപ്പ് എന്ന് പറയുന്ന മില്ലറ്റ് വാങ്ങിച്ച് ഇതുപോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നല്ല ഉഗ്രൻ പാലപ്പം ഉണ്ടാക്കുക. നമുക്ക് എല്ലാവർക്കും, അതായത് രോഗികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിന് പറ്റിയൊരു കറി, ഏതെങ്കിലും കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും കറി, അധികം മസാല ഉപയോഗിക്കാതെ കടലക്കറിയൊക്കെ വെച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ നല്ല ഭക്ഷണങ്ങൾ, പുതിയ പുതിയ രുചിക്കൂട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആരോഗ്യത്തിലും ആത്മീയതയിലും ഓരോ ദിവസവും അഭിവൃദ്ധിപ്പെടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.